പാട്ട് പാടുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊക്കെ നിങ്ങളൊക്കെ പാടുന്നത് കേട്ടാണ് കരയൊക്കെ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എല്ലാം തമാശയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പാട്ടുകളിട്ട് പലപ്പോഴും നമ്മളെ സങ്കടങ്ങളെ മാറ്റാറുണ്ട്. അപ്പം ഈ സങ്കടമൊക്കെ വരുന്ന സമയത്ത് ഈ പാട്ട് കേൾക്കുന്ന സ്വഭാവം നമുക്ക് മാത്രമേ ഉള്ളൂ, അതെ ഇപ്പം ശ്വേതയ്ക്കുണ്ടോ? തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം, ഞാനും മറികടക്കാൻ പറ്റുമോ അത്? അതെ. ചേച്ചി എങ്ങനെയായിരുന്നു? ചേച്ചിയും കൂടെ പറയും. എനിക്ക് പാട്ട് ഒരിക്കലും റിലാക്സേഷൻ അല്ല, ഉള്ള സത്യം പറട്ടെ. എനിക്ക് പാട്ട് കേട്ട അത് എവിടെ ശ്വാസം എടുത്തു, എവിടെ കട്ട് ചെയ്തു, ആ സംഗതി എങ്ങനെ അതിനെ അനലൈസ് ചെയ്യാതെ അല്ലാതെ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റണില്ല. ഇപ്പോൾ ഈ ജഡ്ജിങ്ങിന് പോയി ഇരുന്നിട്ടാണോ എന്നറിയില്ല, വലിയ സങ്കടം. അതുകൊണ്ട് ഒരുപാട് നമുക്ക് റിലാക്സ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. രാത്രി പാട്ട് കേട്ട് കിടന്നാൽ നമ്മൾ സാധാരണ ഇപ്പോൾ മോഹനൊക്കെ പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് പാട്ട് കേട്ട്, പണ്ട് ഞങ്ങൾ കല്യാണ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു, പാട്ട് കേട്ട് ഉറങ്ങും. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്തൊക്കെ മോഹന് മസ്റ്റായിരുന്നു ഹിന്ദി പാട്ടുകൾ. എനിക്ക് ഉറങ്ങാനേ പറ്റില്ല ഇപ്പം എനിക്കത് കേട്ടാൽ അത് അവിടെ എങ്ങനെ കട്ട് ചെയ്തു, എവിടെ ശ്വാസം കട്ട് ചെയ്തു, അവിടെ എങ്ങനെയാണ് ആ സംഗതി പഴുത് സ്ലോ ചെയ്താൽ അങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനത്തെ പല സംഗതികളും മനസ്സിൽ പോയിക്കൊണ്ടിരിക്കും. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. എന്നിലുള്ള ആ സംഗീത പ്രേമിയെ അത് പോയി ഇപ്പോൾ സംഗീത അനാലിസിസ്. ശ്വേതയ്ക്ക് അങ്ങനെ ഇല്ലാതെ പാട്ട് കേൾക്കാൻ പറ്റും. ഞാനും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പാട്ട് കേട്ടുകൊണ്ട്. ശ്രേഷ്ഠയ്ക്ക് പാട്ട് രാത്രി ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഓഫ് ചെയ്തിട്ടേ ഉറങ്ങുള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി മ്യൂസിക് റിലാക്സ് ചെയ്യും. ശരിയാ, ഡെഫിനറ്റ്ലി. ഇപ്പം ശ്രേഷ്ഠക്കുട്ടി ഇപ്പോൾ ശ്രേഷ്ഠയ്ക്ക് രാത്രി രാജാ സാറിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴും നമ്മൾ ജാനകിയമ്മയുടെ പാട്ടുകൾ, ബാലു സാറിൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഡുവറ്റ്സ് ഒക്കെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. ആ ടൈമിൽ ഏർലി 80s പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ജാനകിയമ്മ പാടി വെച്ചേക്കണേ കേൾക്കുമ്പോൾ ഈശ്വര എവിടെ ഇങ്ങനെ ലൈനുകളിങ്ങനെ ഒരുമിച്ച് പാടുക, അതിൻ്റെ കൂടെ എക്സ്പ്രഷൻസും വോയിസ് കൊടുത്തേക്കണ അതൊക്കെ എത്ര കേട്ടാൽ നമുക്ക് അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുമല്ലേ ചിന്ന ചിന്നയൊക്കെ. അതെ അതെ, അത് ജാനകിയമ്മ ഞങ്ങൾ എപ്പോഴും പറയും, ഇവര് പാടി. രാജാ സാറിന്റെ ഷോന് പോകുമ്പോൾ ഞങ്ങൾ എല്ലാ സിംഗേഴ്സും അവിടെ കൂടി ഇരുന്ന് ഞങ്ങള് ജാനകിയമ്മയെ കുറിച്ചാണ് കൂടുതൽ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജാനകിയമ്മയെ കുറിച്ച് ഇനിയും ഒരുപാട് പേര്, ആക്ച്വലി ഷീസ് ദ ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ ഇൻ ദിസ് വേൾഡ് എന്ന് തന്നെ പറയാം. ചെയ്യാത്ത കാര്യങ്ങളുണ്ടോ അല്ലേ? ഞങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു അമ്മ അടിപൊളി ഹൈദരാബാദിലോ. നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോ ഒരാളെയും കൂടെ നമുക്ക് കൂട്ടാനുണ്ട്. ആളെയും കൂടെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ആളുടെ പാട്ട് വിശേഷം ചോദിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ രണ്ട് ലെജൻസ് ഇവിടെ ഇരുന്നിട്ട് ഇത് വർത്താനം പറയുമ്പോൾ ഒരു ബാക്ക് ബോണും കൂടെ ഉണ്ട്. ആ ബാക്ക് ബോണിനെ കൂടെ വിളിക്കാം. സാർ വരൂ സാർ, ഇവിടെ നമുക്കൊരു ചേരിടാം. ഇവിടെ ചേരിടാം. നമസ്കാരം സാർ. നമസ്കാരം. ശരിക്കും ഈ ഗായികയെ ഗുരുവായൂർ വെച്ച് കണ്ടതിന് ശേഷം പിന്നെ ഈ രണ്ട് ഗായികമാരുടെ ബാക്ക് ബോൺ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ സ്വന്തം പാട്ട് ഇടയ്ക്കൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും അത് കുറച്ചുകൂടെ ഊർജ്ജമാക്കണമെന്ന അഭിപ്രായം എനിക്കുണ്ട്. സാർ അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു. വേണ്ടി വർക്ക് ചെയ്യണം. അതെ അതെ, വർക്ക് ചെയ്യണം, സാധകം ചെയ്യണം, കുറേ പാടണം. ആ കോവിഡ് സമയത്ത് മനസ്സിലുള്ള പാട്ടുകൾ മുഴുവൻ തുറന്നടിച്ച് പാടി, റൂം ഷട്ട് ചെയ്ത് പാടി, വളരെ ഉച്ചത്തോടെ പാടി. അത് ഞാൻ എല്ലാത്തിലും പോസ്റ്റ് ചെയ്തു. കോവിഡ് സമയത്ത് എല്ലാ ദിവസവും കാലത്ത് റെക്കോർഡിംഗ് ആയിരുന്നു. 550 സോങ്സ് തൊട്ട് മോഹന്റെ FB-ലും പല സ്ഥലത്തായിട്ട് പോസ്റ്റ് ചെയ്തു. ഒറ്റ ടേക്ക് കേട്ടോ, സിംഗിൾ ടേക്ക്. അടിപൊളി. ഒരു ട്രയൽ ടേക്ക് അത് മതി നമുക്ക്. ജസ്റ്റ് ഫോണില് എത്ര ചെയ്താലും അത്ര എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മുടെ നേരത്തിലുള്ളതല്ലേ ഉള്ളൂ. അല്ല, നമ്മൾ ബാത്റൂം സിംഗേഴ്സിന് ഇങ്ങനെയുള്ള സ്പേസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ പറയാം. അതെ, നമ്മൾ കുറെ ബാത്റൂം സിംഗേഴ്സ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ആഗ്രഹ ഗായകന്മാർ. അതെ, വേണുചേട്ടൻ പറഞ്ഞ പോലെ പണ്ട് 3 കാറ്റഗറി: അനുഗ്രഹീത ഗായകര്, അതെ, ആഗ്രഹ ഗായകര്, അത്യാഗ്രഹ ഗായകർ. അതിൽ പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെയും ഒരു കടന്ന കൈയുണ്ട് വേറെ. അതെന്താ പറയുമ്പോ മ്യൂസിക്കൽ ടെററിസം. അങ്ങനെയുണ്ട്. അത് എനിക്ക് കുറെ കിട്ടണ്ട എനിക്ക്. അയ്യോ, പക്ഷെ കേട്ട് രസിക്കും. വെറുതെ എന്താണ് കുറ്റം പറഞ്ഞത്? അവരുടെ ആഗ്രഹമല്ല, അവർ പാടിക്കോട്ടെ. അതെ അതെ, നമ്മൾ എന്തിനാ അടിച്ച് ഇല്ലല്ല, അതൊരു അങ്ങനെ എക്സ്പ്രസീവ് ആവുന്നത് നല്ലതാ. അവരുടെ ഉള്ളിൽ അതുണ്ട്, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സാരമില്ല, അവർക്ക് അത്രേ പറ്റുള്ളൂ. അതെ അതെ.
കുറെ കേട്ട് ചിരിക്കാൻ നോക്ക്. അതെ അതെ, അത് ചിരിക്കാൻ വേണം. ശരിക്കും ഇവർ രണ്ടൊരു വോയിസ് സിമിലാരിറ്റീസ് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്തായിരുന്നു ശരിക്കും ആസ്വദിച്ചിരുന്നത്? ഇപ്പൊ ശ്വേത പാടുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ശ്വേത പാടുന്ന വിചാരിച്ചേ ഇല്ല. ആ ഞങ്ങൾ നമ്മൾ രണ്ടുപേരും ശ്വേതയ്ക്ക് ഒരു അച്ഛ ഭയങ്കര പ്രോത്സാഹനം കൊടുത്തിട്ടില്ല. അച്ഛയാണ് ക്രിട്ടിക്. അതെ, അച്ഛനാണ് ഞാൻ പാട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അച്ഛ കാരണമാണ്. ഒരു പ്രോത്സാഹനമില്ല. ബിക്കോസ് ഐ വാണ്ടഡ് ഹർ ടു ഡു IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു അംബാസഡർ ഒക്കെ ആയിട്ട് പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. മോഹൻ ഇത് മലയാളം ചാനലാണ്, തള്ളിൽ കള്ള് എന്ന് പറയും, സൂക്ഷിക്കണം. അല്ല, കള്ളെന്ന് പറയാൻ ആഗ്രഹമല്ല, ആഗ്രഹം പറയാം. ആഗ്രഹം പറയാനല്ല. അതുപോലെ ഒരാൾ പാട്ടുകാരി ഉണ്ട്. അതെ, ഒരു പാട്ട്. പിന്നെ ഞാൻ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തത് ദീപക് ദേവിന്റെ ഇതിൽ പോയിട്ട് ഫസ്റ്റ് പാട്ട് സുജോൻ എന്തോ ഒരു ട്രാക്ക് പാടാൻ പോയിട്ട് ദീപക് ദേവ് പിന്നെ ഞങ്ങളോട് വിളിച്ചു പറയണു, അതൊന്നുമല്ല, ശ്വേതയ്ക്കാണ് പാട്ട്, ഷീ ഈസ് ആൻ എക്സലന്റ് സിംഗർ, യു ഹാവ് ടു മേക്ക് ഹർ എ സിംഗർ, നോ ഡൗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ മാറ്റി പിന്നെ ഒന്നും കൂടെ ദീപു ചേട്ടനാണ്. ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് അപ്പ്. പിന്നെ ബിന്നി കൃഷ്ണകുമാറിൻ്റെ അടുത്ത് പഠിക്കാനൊക്കെ തുടങ്ങി, ക്ലാസിക്കൽ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തു, അങ്ങനെ പാട്ടൊക്കെ ഗംഭീരാക്കി. പിന്നെ സഡൻലി ഷീ ചേഞ്ച് ദ ലൈൻ. പിന്നെ അഫ്കോഴ്സ് now that she is already an established playback singer in the field on the top, പറയാം ഹാപ്പി. ഇപ്പൊ എല്ലാവരും വിളിക്കുന്നുണ്ട് ശ്വേത എന്നുള്ളതും പതിവായി വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അത് അവർക്ക് അത്രയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ. റഹ്മാൻ സാർ നിരന്തരമായി രജനീഷ് പറഞ്ഞു പതിവായി, അതൊരു പോയിന്റ്. മ്യൂസിക് ഡയറക്ടേഴ്സ് ആദ്യത്തെ ഒരു ഓപ്പണിംഗ് കൊടുക്കണൊക്കെ ശരി, രണ്ടാമതും ശരി, വല്ലവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമായിട്ട് തന്നെ വിളിക്കുള്ളൂ. ആരും അവരുടെ പാട്ടുകളെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കില്ല. എന്തായാലും നടക്കില്ലല്ലോ, കാരണം ഇവരൊക്കെ ലെജൻസ് ആണ്. അപ്പൊ എന്തായാലും പിന്നെ ചേച്ചി ദീപക് ദേവിനെ കുറിച്ച് പറയുമ്പോൾ സ്വയംവര ചന്ദ്രിക അന്നൊരു ബ്രേക്ക് ആയിരുന്നു. ജയചന്ദ്രൻ സാറിന്റെ ചേച്ചിയുടെ വോയിസ്, അത് ശരിക്കും അറിയാവോ ആ ഒരു കാലം? എനിക്ക് തോന്നുന്നു അപ്പോഴേ എന്തായിരുന്നു ശ്വേത, എത്രയായിരുന്നു പ്രായം? 10th സ്റ്റാൻഡേർഡ്. അതൊരു ഭയങ്കര ഒരു ഹിറ്റായിരുന്നു. എന്നുവെച്ചാല് നമുക്കിപ്പോഴും വെസ്റ്റേൺ വിത്ത് സ്ട്രോങ് മെലഡി. പാട്ടിന്റെ അതിന്റെ ഒരു ആ പിച്ചിങ് ഒക്കെ ഇല്ലേ തുടക്കം, നമുക്കൊന്നും നമ്മളൊക്കെ ഇങ്ങനെ ബാത്റൂമിൽ അനുകരിച്ചു നോക്കുമല്ലോ ചില പാട്ടുകൾ, അപ്പൊ അതങ്ങനെ വീഴില്ല അവിടെ. മനസ്സിലായോ? അങ്ങനെയല്ല, നമ്മൾ വിചാരിക്കുന്ന ഈസി ആയിട്ടാണ്, നമ്മളത് പാടി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന, അയ്യോ ഇത് നമ്മൾ ഉദ്ദേശിച്ച സംഗതിയല്ല ദീപക് ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കില്ലേ. അത് ഭയങ്കര രസമായിരുന്നു. ദീപക് എങ്ങനെയായിരുന്നു? കാരണം അന്ന് വന്നതിൽ ഇപ്പോൾ ബിജി പാൽ വരെ ഒരു ഗണത്തിലെടുത്താൽ ദീപക് ദേവ് വേറൊരു ഗണത്തിലുള്ള ഒരാളാണ്. പുതിയതിനെ കുറച്ചുകൂടെ ചേർത്ത് വെച്ചിട്ട് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുതുതലമുറക്കാർക്കെല്ലാം ദീപകിനെ കണ്ടാണ് അവരൊക്കെ പഠിച്ചേക്കണം. അപ്പോൾ ഇന്നുള്ള പലരും ദീപക് ദേവിനെ കണ്ടിട്ടാണ് പഠിച്ചേക്കുന്നത്. ഈ സുഷിൻ ശ്യാംവര ദീപക് ദേവ് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാർ എത്രയോ കണ്ടേക്കണോ ദീപു ചേട്ടന്റെ സ്റ്റുഡിയോയില്. അതെ, ഇങ്ങനെ മൂലക്ക് ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ഇപ്പോഴും സുഷിന്റെ അടുത്ത്, സുഷിൻ ഇപ്പൊ കണ്ണിൽ വിടരും ആ പാട്ടിനൊക്കെ വിളിച്ചപ്പോ ഞാൻ സുഷിനെ വലിയ മ്യൂസിക് ബട്ട് ഹീസ് അമേസിംഗ്. സുഷിൻ ഓൾസോ ഇസ് അമേസിംഗ്. സോ ദീപകിനെ കുറിച്ച് പറയൂ, ദീപക് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അച്ചി പറഞ്ഞ പോലെ തന്നെ ദീപു ചേട്ടന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഫസ്റ്റ് സോങ് എന്ന് പറയണത് ഒരു സിംഗർ, ഒരു ബഡ്ഡിങ് സിംഗറിന് നമ്മളിങ്ങനെ പല ഡ്രീംസ് ഇങ്ങനെ വെച്ചുകൊണ്ട് പാടുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു കമ്പോസറാണ്, ഒരു ഇതും വെക്കാതെ, ഒരു വെയിറ്റ് ഒന്നും ഇടാതെ ഇത്ര സ്വീറ്റ് ആയിട്ടാണ് എന്നെ റെക്കോർഡ് ചെയ്തത്. എനിക്കറിയാം, എനിക്കൊരു കാതുണ്ടല്ലോ, നമുക്കൊരു കാതുണ്ടല്ലോ, നമ്മൾ ആ ക്വാളിറ്റി കാതിലുണ്ട്. പക്ഷെ നമ്മൾ പാടുമ്പോൾ ആ ഒരു എത്തുന്നില്ലാന്ന് എനിക്ക് തന്നെ അറിയാം. സോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് തിരിച്ചെടുക്കുമ്പോൾ ദീപു ചേട്ടൻ എത്രത്തോളം സ്വീറ്റായിട്ട് പേഷ്യൻ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് അത് ഭയങ്കര സന്തോഷമായിരുന്നു ദീപു ചേട്ടന്. കാരണം അമ്മേനെ ഭയങ്കര ഫാനാണ് ദീപു ചേട്ടൻ. ദീപുവിന്റെ ഫസ്റ്റ് സോങ് ഞങ്ങളാണ് പാടി